നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. മണ്ഡലകാലം വരികയാണ്. ഈ മണ്ഡലകാലത്തിൽ ശരിക്കും നമ്മൾ സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ നമ്മൾ കേൾക്കാറുണ്ട്. എല്ലാ ദിവസവും കേൾക്കുന്ന നാമമാണ്. എല്ലാ ദിവസവും ജപിക്കുന്ന നാമമാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചില ആൾക്കാരുടെ ഈ അയ്യപ്പസ്വാമിയുടെ ശരണം എന്താ പറയുക, ബുദ്ധദേവ ബുദ്ധനുമായി ബന്ധപ്പെട്ടാണ് ശരണം വിളി വന്നതെന്നും അതിൽ വേറെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്ക് അതൊന്നും അല്ല അതിൻ്റെ കാരണങ്ങൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റേതോ ഒരു പുരോഹിതൻ ഒരു ശരണം വിളിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അങ്ങനെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ശരിക്ക് നമ്മൾ ശരണം വിളിയുടെ പ്രാധാന്യം നമ്മൾ എന്താണെന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരണം വിളി ശബരിമലയ്ക്ക് പോകുന്നവർക്ക് മാത്രമല്ല, ശരണം വിളി എല്ലാ സനാതന വിശ്വാസികളും ചെയ്യുക. മണ്ഡലകാലത്ത് ശരണം വിളിയുടെ പ്രാധാന്യം, ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മണ്ഡലകാലത്ത് ശരണം വിളിയുടെ പ്രാധാന്യം. ശരിക്ക് ശരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഋഗ്വേദത്തിൽ വൃത്തിയായിട്ട് എന്താ പറയണേ, ഇന്ദ്ര ത്രിധാതു ശരണം, ഈശ്വരനെ പ്രാപിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ള നാമമാണ് ശരണം വിളി. അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് ശരണം കിട്ടാൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ശരണം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ പറയണേ, ഈശ്വര ശരണം കിട്ടാനായിട്ട്. ഈശ്വര ശരണം അത് ഋഗ്വേദത്തിൽ, അതുകൊണ്ട് അതിന് വൃത്തിയായിട്ട് പറഞ്ഞേക്കണേ. ഇന്ദ്രനെ അല്ലെങ്കിൽ ഈശ്വരനെ ത്രിധാതു ശരണം വൃത്തിയായിട്ട് പറയുന്നുണ്ട്, ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സ്വാമിയെ ശരണം പ്രാപിക്കാൻ, അയ്യപ്പസ്വാമിയെ ശരണം പ്രാപിക്കാൻ ഉള്ള മന്ത്രമാണ് ശരണം വിളി. അതാണ് സ്വാമിയെ ശരണമയ്യപ്പ. ആ ഭഗവാനെ ശരണം വിളിക്കാനുള്ള, ശരണം പ്രാപിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഭഗവാനെ ശരണം പ്രാപിക്കാൻ ഒരാളെ നമ്മൾ പറയാറില്ല. സാധാരണ കോമൺ ടോക്കിൽ തന്നെ നമ്മൾ പറയാറുണ്ട്, അങ്ങനെ അദ്ദേഹത്തെ ശരണം പ്രാപിച്ചിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അവസാനം അവൻ്റെ എല്ലാ അഹങ്കാരം തീർന്നു, അവിടെ ശരണം പ്രാപിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണഗതിക്ക് പറയണതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പം ഈ ശബരിമലയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ മാലയിടുന്നവർ മാത്രമാണ് ശരണം വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് മിഥ്യാധാരണയാണ്. അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്നവർ മാത്രമേ ശരണം വിളിക്കാവുള്ളൂ, അതും അങ്ങനെയൊരു സംഭവമില്ല. നമ്മളെല്ലാവരും നമ്മൾ ഈ എന്താ പറയുക, എന്നെ കേൾക്കുന്നവരെന്നുള്ളതല്ല, നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നവർ, നാമം ജപിക്കാൻ ആഗ്രഹിക്കുന്നവർ, വിശ്വാസികളായി ജീവിക്കുന്ന എല്ലാ സനാതന വിശ്വാസികളും ഈ 41 ദിവസം ശരണം വിളിക്കണം. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ശനിയുടെ കാരകനാണ് ശാസ്താവ്, കലിയുഗ വരദനാണ് ശാസ്താവ്, ദുഃഖ നിവാരകനാണ് ശാസ്താവ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വിദ്യാശാസ്താവ് എന്ന് പറഞ്ഞൊരു ശാസ്താവും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദ്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ശാസ്താവ് വിദ്യയ്ക്ക്, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ജോലിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ശരിക്കും ശാസ്താവിൽ തന്നെ വിദ്യാശാസ്താവ് എന്ന് പറഞ്ഞൊരു ഇതുപോലും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിദ്യക്കായാലും ജോലിക്കായാലും നമ്മുടെ ദുരിതങ്ങൾക്കായാലും നമ്മുടെ സങ്കടങ്ങൾക്കായാലും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ശനി ദുരിതങ്ങൾക്കായാലും ശനിദോഷങ്ങൾക്കായാലും കണ്ടകശനിക്കായാലും ഏഴര ശനിക്കാണെങ്കിലും ഇതിനൊക്കെ ഒരു ദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് അയ്യപ്പസ്വാമിയെ ഭജിക്കുക എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് രാവിലെ 108 ശരണം വിളിക്കാൻ ഞാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നതാണ് നല്ലത്. 108 ശരണമെങ്കിലും നമ്മൾ വിളിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? രാവിലെയും വൈകുന്നേരവും ശരണം വിളി കുടുംബത്ത് നിർബന്ധമാക്കുക. നമ്മൾ നാമം ജപിക്കുന്ന പോലെ, നമ്മൾ നമഃശിവായ ജപിക്കുന്ന പോലെ, നമ്മൾ നാരായണ നാമം ജപിക്കുന്ന പോലെ, നമ്മൾ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്ന് ജപിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ നരസിംഹ മന്ത്രം നാമം ജപിക്കണ പോലെ നമ്മൾ ജപിക്കണം. ഈ മണ്ഡലമാസം 41 ദിവസവും ദേവാദിദേവനായി നിൽക്കുന്ന ശാസ്താവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സ്വാമിയെ ശരണമയ്യപ്പ അത് ജപിക്കണം. എൻ്റെ സ്വാമി, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. എൻ്റെ ശാസ്താവെ, അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. ഈ ശരണം വിളിയിലൂടെ എൻ്റെ ജീവിതത്തിൽ
എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളിൽ നിന്ന്, എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് എനിക്ക് സമാധാനം നൽകുന്നത്. അത് മാലയിടുന്ന അയ്യപ്പൻ മാത്രം ജപിക്കുന്നതല്ല, അല്ലെങ്കിൽ മാലയിടുന്ന കെട്ടുമുറുക്കി പോകുന്ന കുടുംബത്തിൽ മാത്രം ജപിക്കുന്നതല്ല. നമ്മൾക്കെല്ലാവർക്കും, വിശ്വാസികളായ എല്ലാവരും എപ്പോഴും സ്വാമി ശരണം വിളിക്കാവുന്നതാണ്. പക്ഷേ ഇത് നിർബന്ധമായിട്ടും മണ്ഡലകാലത്ത് ശരണം വിളിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടാകരുത്. നമ്മളെ കാണുന്ന, നമ്മളെ അറിയുന്ന, അല്ലെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക, ഈ മണ്ഡലമാസം ശരണം വിളിയുടെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ മണ്ഡലത്തിൽ ശരണം വിളി കൊണ്ട് സർവമോക്ഷത്തിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ ഭജനം കൊണ്ട്, അയ്യപ്പസ്വാമിയുടെ നാമജപം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്ന് മോക്ഷത്തിലേക്ക് എത്തുന്നു. ദുരിതങ്ങളിൽ നിന്ന്, വിദ്യാ തടസ്സത്തിൽ നിന്ന്, ജീവിതത്തിലെ ദുരിതങ്ങളിൽ നിന്ന്, ജാതക ദോഷങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോക്ഷം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് ഈ മണ്ഡലകാലത്തെ ശരണം വിളി നമുക്ക് ഉത്തരോത്തര അഭിവൃദ്ധിയെ പ്രാധാന്യം നൽകുന്നു, ഉത്തരോത്തര നന്മയെ പ്രാധാന്യം നൽകുന്നു. നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന കേസുകൾ, വഴക്കുകൾ, അക്രമങ്ങൾ, അപകടങ്ങൾ, മുറിവുകൾ, ചതവുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളുണ്ടാവുന്ന കലഹതകൾ, മാറാവ്യാധികൾ, കുടുംബത്തിനുണ്ടാവുന്ന അടിക്കടി അസുഖങ്ങൾ, എന്തിനും അയ്യപ്പ ഭജനം കൊണ്ട് നമുക്ക് ഗുണത്തിലേക്ക് പ്രാധാന്യം എത്തിക്കുന്നു. നമ്മുടെ കുടുംബത്തിലെ അയ്യപ്പ ഭജനം കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നു, ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തുണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ 41 ദിവസം ഞാൻ ഓരോ നാമവും നിങ്ങളോട് പറയുമ്പോഴും ആ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ ആ നാമജപങ്ങളെല്ലാം നിരന്തരം ജപിക്കുന്നത് ഓരോ നല്ലതാണ് എന്ന് പറയും. പക്ഷേ ഈ മണ്ഡലകാലത്ത് നാമജപം 1000 ഇരട്ടി ശക്തിയാണ്, 1000 ഇരട്ടി ശക്തിയാണ്. മണ്ഡലകാലത്തെ നാമജപവും മണ്ഡലകാലത്തെ ശരണം വിളിയും 1000 ഇരട്ടി ശക്തി നമുക്ക് തരുന്നു. കാരണം നമ്മുടെ വൃത്തി അതാണ്, നമ്മുടെ ശുദ്ധി അതാണ്, നമുക്ക് ആഗീരണം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. നമ്മളെ തന്നെ സ്വാംശീകരിച്ച് ശുദ്ധീകരിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് മണ്ഡലകാലത്തെ ശരണം വിളി ജീവിതത്തിലെ ഒരു ഒരു തിരിച്ചുവരവാണ്, നന്മയിലേക്കുള്ള, ഐശ്വര്യത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. അത് കാരണം ശരണം വിളിയുടെ പ്രസക്തിക്ക് വളരെ ശക്തമായൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ, ഈശ്വരന്മാരെ ശരണം പ്രാപിക്കാൻ, ആ ശരണം പ്രാപിക്കുന്നതിലൂടെ നന്മയുടെ ലോകത്തേക്ക്, അല്ലെങ്കിൽ സുഖത്തിൻ്റെ ലോകത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയ കാലഘട്ടം. അതുകൊണ്ട് അത് ചെയ്യണം, ചെയ്തിരിക്കണം. എല്ലാ നാമങ്ങൾക്കും പ്രസക്തിയുണ്ട്, അയ്യപ്പനാമത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് മണ്ഡലകാലത്തെ അയ്യപ്പ നാമജപം, ശരണം വിളി നിങ്ങളുടെ കുടുംബത്തിലെ ഒരു നന്മയ്ക്ക് പാത്രീഭവിക്കുന്നു. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നന്ദി, നമസ്കാരം.